ഇന്ന് നമുക്ക് റവ കൊണ്ട് വളരെ എളുപ്പത്തിലൊരു ദോശ ഉണ്ടാക്കാം. അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ദോശയാണിത്. നല്ല ക്രിസ്പിയാണ്, നല്ല സ്വാദാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായൊക്കെ നമുക്കിത് കഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഒരു 10 മിനിറ്റ് അടച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കുതിർന്ന റവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയായ ദോശയാണ്. അതുപോലെ തന്നെ അരച്ച ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ദോശ റെസിപ്പിയാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കണം. ഒരു 3-4 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല ഫ്രഷായ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റവ കൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. പിന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അരച്ച ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ദോശ ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല ലൂസായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അരച്ച ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ റവയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലുള്ള ഇതേപോലെ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനിയൊരു സ്റ്റവ് കത്തിച്ചൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക. എന്നിട്ട് ഒരു തവി മാവെടുത്ത് ഒഴിച്ച് നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. സ്റ്റവ് സിമ്മിലിടുക. ഒരു വശം പാകമാകുമ്പോൾ ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ തടവുമ്പോഴാണ് ഒന്ന് തൂക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ദോശയ്ക്ക്. ഇപ്പോൾ നെയ്യാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നെയ്യിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. ഇനി അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ക്രിസ്പി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലാതെ സോഫ്റ്റ് ആക്കണമെങ്കിൽ ഇതേപോലെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അതേപോലെ നല്ല കളറാണ്. നമ്മൾ തക്കാളിയും മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല കളറായിരിക്കും. ഇത് കാണാനായിട്ടും കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇനിയും ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പമല്ലേ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു ദോശ റെസിപ്പിയാണ്. ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വൈകിട്ട് ഡിന്നറിനൊക്കെ കൊടുക്കാൻ പറ്റും. നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ഉണ്ടാക്കിയത്. ഇതേപോലെ പ്രത്യേകിച്ച് ഇതിന് കറികളൊന്നും വേണ്ട. നമ്മൾ തക്കാളിയും ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നേരിയ എരിവും നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.